സർപ്രൈസിങ് കാസ്റ്റിംഗ് ആയിരുന്നു അതിൽ. മമ്മൂട്ടി ഒരു ഗേ കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന മമ്മൂട്ടി എന്നൊരു പുരുഷ സങ്കല്പത്തെ മൊത്തം പൊളിച്ചു വരുന്ന ഒരു കഥാപാത്രമായിരുന്നു. മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യാനുള്ള എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ഈ സിനിമ എഴുതിയിരിക്കുന്ന ആദർശ് പോൾസൺ, ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ കേൾക്കാവോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊന്നും അല്ല ഇവർ. ഞാൻ ഇവരെ ഈ തിരക്കഥയിലൂടെ പരിചയപ്പെടുന്നത് പോലും. അങ്ങനെ ഇവർ വന്ന് ഈ സ്ക്രീൻ പ്ലേ എൻ്റെ മുന്നിലിരുന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ അകത്ത് നിങ്ങളുടെ ഓവറോൾ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിതൊന്നുകൂടെ ഒന്ന് വായിക്കട്ടെ, സ്ക്രീൻ പ്ലേ എനിക്ക് പറ്റുമെങ്കിൽ തരുമെന്ന് പറഞ്ഞാൽ അവർ ആ സ്ക്രീൻ പ്ലേ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ സിനിമ വിട്ടുകളയാൻ തോന്നില്ല. ഈ സിനിമ എങ്ങനെയും ചെയ്യണം. പിന്നെ അതപ്പോൾ എൻ്റെ ഒരു സിനിമ ആയിരുന്നില്ല, അത് ആദർശൻ്റെയും പോൾസൻ്റെയും മനസ്സിലുള്ള സിനിമയാണ്. അത് ഞാൻ ആദർശൻ പോൾസനോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റേതായിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്കിത് ചെയ്യാം. അവർ പൂർണ്ണ മനസ്സോടെ കൂടെ. അങ്ങനെ ആദർശനും പോൾസനും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് ആ സിനിമേനെ ഇപ്പോൾ കാണുന്ന കാതലാക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥ ആദ്യം വായിക്കുമ്പോൾ തന്നെ മമ്മൂക്കായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആ കഥ വായിക്കുമ്പോൾ തന്നെ സുധി എന്ന് പറഞ്ഞ് തങ്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത അയാൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു പക്ഷേ മമ്മൂക്കേക്കാൾ മുന്നേ സുധി ചേട്ടനെ അത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ അത് വായിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു. ഞാൻ ഡീനിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇയാൾ ചെയ്താൽ നന്നാവില്ലേ. സുധി ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ മറ്റേതാരും ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് മമ്മൂക്ക ചെയ്യുമോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, മമ്മൂക്ക ചെയ്യുമോ ഇങ്ങനെ സിനിമ. നമുക്ക് പറയാൻ അവർ അപ്പോയിൻമെൻ്റ് ആദ്യം എടുക്കാം, ബാക്കി പിന്നെ അല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ പോയി കഥ പറഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ ആയിരുന്നു. അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ സിനിമയിൽ. മമ്മൂക്ക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും അവസാനം ഞങ്ങൾ കഥ പറയുന്ന സമയത്ത് ജ്യോതിക അവസാനം ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. മമ്മൂക്ക ചോദിച്ചത്, അവർ വേർപിരിഞ്ഞു, എന്നാലും അവരുടെ ഒരു സൗഹൃദം ഉണ്ടാവില്ലേ, അവസാനം മാത്യു കൂടെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം. അതിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന അവരൊരുമിച്ച് കോഫി ഷോപ്പിൽ വരികയും മാത്യുവോട് ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു. പക്ഷെ അത് നമുക്കങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് വളരെ അതിന് വേറെ കുറേ കൂടെ ഒക്കെ രസങ്ങളുണ്ടായി വരികയത്. കുറച്ചുകൂടെ ക്രിയേറ്റീവ്ലി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂക്കായിൽ നിന്നും ജ്യോതികയിൽ നിന്നും മമ്മൂക്ക ഇറങ്ങി നടക്കുന്നു, ആ ഒരു യാത്ര തങ്കനിൽ ചെന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഷോട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഡ്രാഫ്റ്റ് മമ്മൂക്കയോട് കൂടി ഇരുന്ന് വായിക്കും, അതിനുശേഷം ആ ഭാഗം ഇങ്ങനെ മാറ്റിയ ഒന്നിനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് മാത്രം തങ്കനും മമ്മൂക്കയും കൂടെ സംസാരിക്കുന്നുണ്ട്, തങ്കനും മാത്യു ഒരു സീനിൽ. അത് ഇൻ്റർവെല്ല. അതിൽ നമ്മളിനി എന്ത് ചെയ്യും എന്ന് മാത്യു തങ്കനോടാണോ തങ്കൻ മാത്യുവിനോടോ ചോദിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ ഇവർ തൊട്ടടുത്ത് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇലക്ഷൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന തങ്കനെ മഴയത്ത് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡിസൈൻ. ചോദിച്ചാൽ ഞങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്, ഐ കോണ്ടാക്ട് ആണ്, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ഉള്ള ഇൻ്റർവെൽ ഉണ്ടാകുന്നത്. കാരണം പുള്ളി പറഞ്ഞത്, ഒന്നും മിണ്ടാൻ ഭയങ്കര പേടിയായിരിക്കും, ഈ നാട്ടുകാരെന്ത് വിചാരിക്കും, പക്ഷെ മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഇൻ്റർവെൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ലാത്ത പിന്നെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമുക്കൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് നമുക്ക് ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് നമുക്കൊക്കെ അറിയാമായിരുന്നു. അതും എനിക്കൊന്ന് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കാനും ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഇതിൽ ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് അപ്പുറത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 തവണയെങ്കിലും നമുക്കവിടെ കൂടെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായി വരുന്നത്. ജ്യോതിക സജസ്റ്റ് ചെയ്ത് മമ്മൂക്കെ. അപ്പം അതൊക്കെ നമുക്ക് മാക്സിമം ഈ സിനിമേനെ എങ്ങനെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാം, ഈ സിനിമ എത്ര പേരെ കാണിക്കാൻ പറ്റും, എത്ര മനുഷ്യരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതിക അത്തരം ആലോചനകളൊക്കെ വരുന്നത്. ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഈ മമ്മൂട്ടി എന്നൊരു ആളുടെ പ്രസൻസ്, ഒരു നടന്റെ പ്രസൻസ് ആയിരിക്കില്ലേ ഇതിന്റെ ഒരു, അതോ സബ്ജക്റ്റിനോടുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി? അല്ല, മമ്മൂക്കയും ജ്യോതികയും ഒരു സിനിമ വരുന്നു എന്ന് പറയുന്ന ഒരു ആന്റിസിപ്പേറ്റിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്.
ഇപ്പോൾ അതല്ലാതെ ഒരു ആക്ടറാകുമ്പോൾ അത്രയും ആൾക്കാർ ഫസ്റ്റ് ഡേ ഒന്നും തിയേറ്ററിലോട്ട് വരില്ല. നമ്മുടെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നല്ല സ്റ്റാർട്ടായിരുന്നു, നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ആ ഓപ്പണിങ് തരാൻ മമ്മൂക്കയെ പോലെയുള്ള ഒരു ആക്ടറിനല്ലേ പറ്റുള്ളൂ. നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പെട്ടെന്നുണ്ടായി. കണ്ടവർ സിനിമയും കൂടെ പെട്ടത് കൊണ്ടാണ് സിനിമ തിയേറ്ററിൽ നന്നായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇവരുണ്ടെങ്കിൽ ആൾക്കാർ വരും. നമ്മളിവർക്ക് കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കണ്ടു. കാതലിന് അതാണ് സംഭവിച്ചത്. അപ്പോൾ മമ്മൂക്ക ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ഇഷ്യൂസും ആൾ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് പോലും വിശ്വസിക്കുന്നത് മമ്മൂക്ക ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഇൻറ്റിമേറ്റ് സീൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മുടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അതിൻ്റെ അകത്തും സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യരാണ്. തങ്കന് തൻ്റെ സ്നേഹത്തിൻ്റെ അകത്ത് മമ്മൂക്കയെക്കാളിലും കുറേ കൂടെ എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ മാത്യുവിന് വീടുണ്ട്, അച്ഛനുണ്ട്, പാർട്ട്ണറുണ്ട്, മകളുണ്ട്. മറ്റേക്ക് മാത്യു മാത്രമേ ഉള്ളൂ. പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് മാത്യുവിന് സ്നേഹത്തോടെ എന്താ തങ്കനെ നോക്കാത്തത്. തങ്കൻ ഹൃദയം തുറന്നു അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടെ മാത്യുവിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിലാണെങ്കിൽ മാത്യുവിനെ നോക്കാൻ പേടിയാണ്. മാത്യുവിന് ഈ പറയുന്ന ഈ കുടുംബം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്, ക്ലാസ്സിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. ഹൃദയം അല്ല, ഈ കാതൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുടെ കഥയാണ്. അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മമ്മൂക്ക കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി, അത് മമ്മൂക്കയിൽ നിന്നാണ് ഷോട്ട് വരെ ഉണ്ടാകുന്നത്. കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് മമ്മൂക്ക നിന്നിട്ട് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ട്രാക്കിംഗ് ടു തങ്കന്ന് എനിക്ക് എടുക്കാൻ പറ്റിയതാണ് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും വലിയ ഷോട്ടായിട്ട് ഞാൻ കാണുന്നത്. ഒരു ഡയലോഗ് ഞങ്ങൾ എഴുതിയില്ല. അത് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഇവർ രണ്ടുപേരും കെട്ടിപ്പുണരുന്നതോ ഉമ്മ കൊടുക്കുന്നതോ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടല്ല എന്ന് മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി വിശ്വസിക്കാതിരിക്കുക എന്നത് അവരവരുടെ കാര്യമാണ്. ഈ സിനിമയ്ക്ക് എൻ്റെ ആവശ്യം തോന്നിയില്ല. എനിക്ക് ഏറ്റവും ആഗ്രഹം പോപ്പുലർ ആകുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ കയറി പണിയെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം ഉണ്ടായ സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. 2007 അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് ഡിസ്മിസലായി. അതുകൊണ്ട് ഞാൻ കാതൽ ചെയ്തതെന്നല്ല, പക്ഷേ എനിക്ക് അത്രമാത്രം ഇൻഫർമേഷൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാതലിൻ്റെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പറ്റുന്നത്. കാരണം ഞാൻ ഈ LGBT ഏരിയയിലുള്ള 10 കൂടുതൽ തിരക്കഥകൾ വായിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് അൾട്ടിമേറ്റ്ലി സിനിമ എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇത്തരം സിനിമകളിലേക്ക് ചെന്ന് എത്തിപ്പെടുകയാണ്. അത് തോന്നുന്നത് ഈ ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ സിനിമയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ്. ഇപ്പം ഞാൻ അടുത്ത സിനിമ ഭയങ്കര എൻ്റർടൈനർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സിനിമ എന്നുള്ളത് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ത്രില്ലടിപ്പിക്കുന്ന സിനിമകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നൊരു സ്ക്രീൻ പ്ലേ ആണ് കാതൽ. അപ്പോൾ അതെടുത്ത് ചെയ്യാം, അതെനിക്ക് വിട്ട് കളയാൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത ആലോചന നമ്മൾ നടത്തുന്നത് നമുക്ക് തിയേറ്ററിൽ വൻ ജനങ്ങൾ വന്ന് വളരെ വളരെ എൻ്റർടൈൻഡ് ആയി പോകുന്ന, ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ത്രില്ലടിച്ചൊക്കെ പോകുന്ന സിനിമ ചെയ്യാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഇടയ്ക്കറിയാതെ തന്നെ നമുക്ക് ചുറ്റുപാടും അല്ലെങ്കിൽ നമുക്ക് ഇടയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളങ്ങ് ലോക്കായി പോകും. അപ്പോൾ പിന്നെ ആലോചന വേറെ വഴിക്കും, മറ്റേ സിനിമ പിന്നെ ചെയ്യാം, അങ്ങനെയൊക്കെ. ഞാൻ ഈ അങ്ങനത്തെ ഒരു സിനിമയുടെ ആളാണ്. ഈ പറഞ്ഞ പോലെ ഈ 2 സിനിമ ഇഷ്ടമാണ്. ഇപ്പോൾ തെന്മയം കൊമ്പത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ മലയാളത്തിലെ ഗോഡ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞാൽ അത്തരം സിനിമകളോട് വല്ലാത്ത ക്രൈസുള്ള, എന്നാൽ അതേപോലെ ഈ ഒരിടത്തും ഈ പറഞ്ഞ കെ ജി ജോർജ് സാറിൻ്റെ സിനിമകളും എലിപ്പത്തായത്തിനോടൊക്കെ കൊടിയേറ്റത്തിനോടൊക്കെ അതൊക്കെ വലിയ കൊമേഴ്ഷ്യൽ സിനിമ ആവാത്ത എന്താണെന്ന് ആലോചിക്കുന്ന ഒരു തരം മൈൻഡും ഉണ്ട് എനിക്ക്.